നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു മഹായുദ്ധമുണ്ടായാൽ ഇരുവരിൽ ആരെങ്കിലും ഒരാൾ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവരിൽ ആര് ആദ്യം ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ചോദ്യങ്ങൾ വരെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇറാൻ തീക്കളിക്ക് മുതിരുന്നോ എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ ഭൂചലനങ്ങൾ ഉണ്ടായതിന്റെയും റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുക എന്നുള്ള ഏറ്റവും വലിയ തീക്കളി തന്നെയാണ് അത്. ശനിയാഴ്ച രാത്രിയോടെ ഇറാനിലും ഇസ്രയേലിലും അനുഭവപ്പെട്ട ചെറിയ ഭൂചലനമാണ് ഇത്തരമൊരു സംശയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിൽ തുടങ്ങിയ ഭൂചലനം ഭൂകമ്പ മാപിനിയിൽ 4.5% തീവ്രത രേഖപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിലും തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ സ്ഥിരീകരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ മറ്റൊരു വഴിക്കൂടെ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഇസ്രയേലിൽ ഇപ്പോൾ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർച്ചയായുള്ള മിസൈൽ ആക്രമണങ്ങൾ കൊണ്ട് ഭൂചലനങ്ങൾ സംഭവിക്കാം. അത്തരം സംഭവങ്ങൾ മുൻപ് ഗാസയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാനിലും, അതായത് ടെഹ്റാനിലും ഭൂചലനം ഉണ്ടായി എന്നുള്ളതാണ് സംശയം. ആണവ പരീക്ഷണം നടത്തി എന്നതിലേക്ക് തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണം. മറ്റൊരു സംശയം കൂടി, ഞായറാഴ്ച രാത്രി മുതൽ ഇറാൻ വ്യോമ അതിർത്തി അടച്ച് വിമാനങ്ങൾ റദ്ദാക്കിയത് അഭ്യൂഹങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നോ ഇറാൻ വ്യോമപാത അടച്ചത് എന്നുള്ള സംശയങ്ങൾ വരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് ഈ വിവരങ്ങളാണ്. ഇറാൻ വീണ്ടും ആക്രമണത്തിന് ഒരുങ്ങുകയാണോ, അതോ ഇസ്രയേൽ പ്രത്യാക്രമണത്തെ തടയാനുള്ള കോപ്പ് കൂട്ടുകയാണോ എന്നാണ് ലോകം വീക്ഷിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചേക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഈ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, തിങ്കളാഴ്ച രാവിലെയോടെ തന്നെ ഇറാൻ വ്യോമപാത തുറക്കുകയും ചെയ്തിരുന്നു. യുദ്ധം എന്നുള്ള ഭീതിയാണെങ്കിൽ ഇപ്പോഴൊന്നും തന്നെ വ്യോമപാത തുറക്കാൻ ഇറാൻ തയ്യാറാകില്ല. എന്നാൽ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ വരെയാണ് വ്യോമപാത അടച്ചിട്ടതും. ഇതുതന്നെയാണ് സംശയം ബലപ്പെടാൻ കാരണവും. ശനിയാഴ്ച രാത്രി ഇറാനിലെ സെംനാൻ പ്രവിശ്യയിലെ അരാധാൻ പട്ടണത്തിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായിരുന്നു. ഏകദേശം 10:45 ഭൂചലനം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 കിലോമീറ്റർ ആഴത്തിൽ പ്രാദേശിക സമയം പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 110 കിലോമീറ്റർ അകലെ ടെഹ്റാൻ വരെ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രാരംഭ റിപ്പോർട്ടുകൾ 4.4 തീവ്രത കണക്കാക്കിയെങ്കിലും പിന്നീട് അത് 4.5 പുതുക്കി. യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇറാനിൽ ഭൂചലനം ഉണ്ടായത് വലിയ രീതിയിൽ ഒരു സംശയത്തിനിടയാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്രയേലിലും ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെയും മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെയും കൊലപാതകത്തെ തുടർന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാൻ സൈന്യവും ഈ ആഴ്ച ആദ്യം ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 3 വ്യോമസേനാ താവളങ്ങൾക്കും മൊസാദ് ആസ്ഥാനത്തിനും നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആണവ പരീക്ഷണവും നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. യുദ്ധവിദഗ്ധർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഭൂഗർഭ ആണവ പരീക്ഷണം മൂലമാണ് ഭൂചലനം ഉണ്ടായത് എന്നാണ്. ഇറാനിലെ ഭൂകമ്പം ഒരാണവ നിലയത്തിന് വളരെ അടുത്താണ് സംഭവിച്ചത്. ഇത് ഭൂകമ്പമായിരിക്കില്ല എന്നും ഒരാൾ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ ഭൂകമ്പം ഭൂഗർഭ ആണവ പരീക്ഷണമായിരുന്നു എന്ന് മറ്റൊരാൾ അവകാശപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെയും ലോകത്തെയും ലോകമെമ്പാടുമുള്ള എല്ലാ ചാനലുകളുടെയും ബ്രേക്കിംഗ് ന്യൂസും മികച്ച തലക്കെട്ടുകളും എല്ലാം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. ഇത് മാത്രമല്ല, തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാനിൽ നിന്ന് തന്നെ നാവുപിഴ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു മുന്നറിയിപ്പ് പോലെ ഇസ്രയേൽ ഇതിനെ കാണുന്നുമുണ്ട്, നിരീക്ഷണം നടത്തുന്നുമുണ്ട്.
ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആണവ പരീക്ഷണങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇബ്രാഹിം റൈസി മരിക്കുന്ന ഘട്ടത്തിൽ പല ആണവ പരീക്ഷണങ്ങളും പാതി വഴിയിൽ നിൽക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ ആയത്തുള്ള അലി ഖമനേയി രംഗത്ത് വന്നു നിന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്, റൈസി എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുമെന്നാണ്. മാത്രമല്ല, ആണവായുധ പരീക്ഷണങ്ങളെയും ആണവ ശക്തി എന്ന നിലയിലേക്ക് ഇറാൻ മാറുന്നതിനെയും വലിയ രീതിയിൽ അഭിമാനമായി കണ്ടിരുന്ന ആളാണ് ഇബ്രാഹിം റൈസി. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത എല്ലാ രീതിയിലും ഇബ്രാഹിം റൈസിക്കായിരുന്നു. ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ടു പോയ നേതാവായിരുന്നു ഇബ്രാഹിം റൈസി. ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് വലിയ US ഉപരോധത്തിന് കാരണമായതൊക്കെ വലിയ ചരിത്രം തന്നെയാണല്ലോ. നിലവിൽ ആണവ രാഷ്ട്രമല്ല എങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. ഇബ്രാഹിം റൈസിയുടെ കാലത്ത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിരുന്നു. രാജ്യാന്തര ആണവോർജ ഏജൻസി മേധാവിയായ റാഫേൽ ഗ്രോസി ഇത് അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും ഗ്രോസി പറഞ്ഞിരുന്നു. മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നതാൻസ് ആണവ നിലയമാണ് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റായ നതാൻസിന്റെ വിസ്തൃതി 1,00,000 ചതുരശ്ര മീറ്ററാണ്. ഏകദേശം 1,90,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നായിരുന്നു കണക്ക്. ഇതെല്ലാം വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇബ്രാഹിം റൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആണവായുധം പ്രയോഗിക്കുക എന്നുള്ളത് ഇബ്രാഹിം റൈസിയുടെ, അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ പ്രയോഗിക്കാൻ വജ്രായുധം പോലെ കരുതി ഇബ്രാഹിം റൈസി പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ആണവ ശാസ്ത്രജ്ഞരുടെ തലകളെല്ലാം എടുത്ത് ഇസ്രയേൽ അതിന് ചെക്ക് വെക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഭൂഗർഭ തുരങ്കത്തിൽ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കാൻ ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്നുള്ളതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ. അങ്ങനെ ഒരു നീക്കമാണ് ഇറാനിൽ നിന്നുണ്ടായിരിക്കുന്നതെങ്കിൽ ഇസ്രയേൽ ഇതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. 181 മിസൈൽ അയച്ച ആക്രമണം നടത്തിയിട്ടും ഇസ്രയേൽ തിരിച്ചടിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ഇറാനെ അനുകൂലിച്ച് നിൽക്കുന്ന ഭീകര ഗ്രൂപ്പുകളും. എന്നാൽ ഇസ്രയേൽ ഏത് രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ആണവ പരീക്ഷണം നടത്തി എന്നുള്ളത്, അതായത് യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ആണവ പരീക്ഷണം ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഇസ്രയേൽ കൊടുത്തിരിക്കും എന്നുള്ളത് കട്ടായം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.